अस्सलाम वालेकुम अस्कर भाई। रामू अभी तक उधर पहुंचा नहीं। माफ कीजिए भाई, वो अभी पहुंचा है. രാമു ഇതെവിടെ പോയി കിടക്കുക? അരി എത്തിക്കാത്തതിന്റെ പേരിൽ കടക്കാർക്ക് വിളിച്ച് ചൂടാവുക. മലയാളിയാണെന്ന ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ അവനെ ഇവിടെ ജോലിക്ക് വെച്ചത്. സമയത്തിന് സാധനം എത്തിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവനെ പറഞ്ഞു വിട്ടേക്ക്. ഒന്ന് പെട്ടെന്ന് ചവിട്ടറേ, നിനക്ക് വേണ്ടി ആൾക്കാർ മറ്റു വെയിറ്റിംഗ് ആണെന്ന്. വണ്ടി ഇടിച്ചു കൊല്ലുവോ എന്താ? ठीक है भाई साहब ये लो। हर दिन तुम लेट आ रहे हो। भाई साहब माफ कीजिए ना, साइकिल पंचर हो गया। തൊള്ളേ ഞാൻ പഞ്ചറായെന്നോ? പച്ചക്കള്ളോണ്. दूसरे बार ऐसा लेट हो गया तो मुझे तुम्हारा ऑर्डर कैंसिल करना पड़ेगा। हम भाई है ना भाई साहब, छोड़ दो ना। अभी सुधरेगा नहीं है। आज हमको 5 पूरी चाहिए। भाई साहब मेरे साइकिल में 2 बोरी से ज्यादा नहीं आएगा। अरे कौन बोला पूरी साइकिल से लेके आने को? भाई साहब नहीं टेंशन लेने का, अपन बाकी 4 बोरी आप ही लेके आओ, फिक्र मत करो, 4 बोरी है ना। തൊള്ളേ 4 ചാക്ക, എനിക്ക് ഇനി ഓടാൻ പറ്റൂല. ഒരു കൊച്ചു കൈ കാണിച്ചിട്ട് നിർത്താണ്ട് പോയാല്. മോളെ വാ. നീ 2 ചാക്കും, ഇനി ഈ കൊച്ചിനെ കൂടെ ഞാൻ ചുമക്കണോടെ? കേട്ടോ, ഈ ചക്കര സൈക്കിൾ വിറ്റിട്ട് ഒരു ബൈക്ക് വാങ്ങിച്ചൂടെ? തള്ളേ വയറ് ഇറച്ച് കിട്ടിയല്ലേ, ഇനി ചവിട്ടി. എനിക്ക് എന്തിന്റെ കേടായിരുന്നു. तुम लोग मजाक करते हो क्या? साहब सिर्फ 2 घंटे लेट हो गया। कभी भी सामान सप्लाई करना नहीं चाहिए। भाई साहब साला। भाई साहब 1 प्लेट पूरी भाजी। 1 प्लेट? हाँ। भाई साहब माफ कीजिए ना, ऑर्डर कैंसिल। നിനക്കിനി ഇവിടെ പണിയില്ല. എന്റെ കാര്യം എന്താന്ന് താനൊന്നും പറയണ്ട. കേശവട്ടൻ റെക്കമെൻഡ് ചെയ്ത ആളായതുകൊണ്ട് മാത്രമാണ് നിനക്ക് ഞാനിവിടെ പണി തന്നത്. കച്ചവടക്കാർക്കെല്ലാം നിന്നെ കുറിച്ച് പരാതി മാത്രമേ പറയാനുള്ളൂ. എന്ത് വൃത്തിയായിട്ട് സ്വഭാവമല്ല അവരുടെ. ഒരാഴ്ചക്കുള്ളിൽ ഓട്ടോറിക്ഷ വാങ്ങിച്ചോളാന്ന് നീ പറഞ്ഞതല്ലേ? കൊല്ലം 2 കഴിഞ്ഞു. അത് ഈ തുരുമ്പിച്ച സൈക്കിളും കൊണ്ട് ഇനി ഈ പണി പറ്റില്ല. തുരുമ്പ് ഓടിച്ചത് നിനക്കാണ്, ഞാൻ ഹെർക്കുലീസാ, നല്ല പിക്കപ്പാ. ഒരു ഓട്ടോറിക്ഷ വാടകയ്ക്ക് എടുത്താൽ മുതലാവില്ല മുതലാളി. ഒരു ഓട്ടോ മേടിക്കണോ, എന്നിട്ട് നമുക്ക് ആലോചിക്കാം. വേറെ വർത്താനില്ല. മുതല എന്നെ വെറുതെ തലോടെയൊന്നും വേണ്ട, ഞാൻ സെന്റി അടിച്ച് കരഞ്ഞു പോകും. എന്തായാലും എനിക്കിനി കുറെ നാള് റെസ്റ്റ് എടുക്കാല. നിന്റെ വളർത്തുവന്റെ പണികളും മറ്റും പോയല്ലേ? നിന്റെ പണി പോയല്ലേ? അതെങ്ങനെ അറിഞ്ഞു? ഞാൻ രാവിലെ തന്നെ അറിഞ്ഞിരുന്നു.
ഒരു 3 ലക്ഷം രൂപ തികച്ചുണ്ടായിരുന്നെങ്കിൽ ഒരു ഓട്ടോറിക്ഷ വാങ്ങായിരുന്നു. 3 ലക്ഷത്തിന് എത്ര കുറവുണ്ട്? ഒന്ന് നോക്കിയോട്ടെ. ഓ 10 രൂപയ്ക്ക് ചായ കുടിച്ചു. ബാക്കി 2,99,930 രൂപയുടെ കുറവുണ്ട്. ഉണ്ടാവോ തരാൻ? അല്ല, അങ്ങോട്ട് തരാനുള്ള വാടകയോടെ എല്ലാം കൂടി ചേർത്ത് തരാം. സഹായിക്കാനായിട്ട് ആരുമില്ല. സ്വന്തം എന്ന് പറയാനായിട്ട് അച്ഛനും ഇല്ല, അമ്മയില്ല. ആകെയുള്ള സമ്പാദ്യം ഈ പാട്ട സൈക്കിൾ മാത്ര. പാട്ടന്റെ അപ്പൻ നിങ്ങൾ കാണുന്നില്ല എന്റെ പ്രശ്നങ്ങൾ. അച്ഛനും അമ്മയും ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോ എന്റെ അച്ഛന്റെ മോൻ കണ്ടോ? എന്താ ഗെറ്റപ്പ്, എന്താ പ്രൗഢി. കണ്ടാലൊരു ജന്മിയാണെന്ന് തോന്നും. അതേടോ, അതൊരു സത്യ. നിന്റെ അച്ഛൻ ഒരു ജന്മിയായിരുന്നെന്ന് എന്റെ അമ്മ പറഞ്ഞായിട്ട് ഓർക്കുന്നുണ്ട്. തൊട്ടടുത്ത ഗ്രാമവുമായുള്ള ശത്രുതയിൽ പടവെട്ടി മരിച്ച കഥയും പറഞ്ഞിരുന്നു. അമ്മ എപ്പോഴെങ്കിലും ഞങ്ങളുടെ നാട് എവിടെയെന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിരുന്നു. പക്ഷെ നിന്നോട് ഒരിക്കലും പറയരുതെന്നും പറഞ്ഞിട്ടുണ്ട്. അതെന്താ? ആ ഗ്രാമത്തെക്കുറിച്ച് പറയുമ്പോഴൊക്കെ നിന്റെ അമ്മയുടെ മുഖത്ത് ഒരു പേടിയുണ്ടായിരുന്നു. പക്ഷെ നീ ഇപ്പൊ 3 ലക്ഷം രൂപയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത് കാണുമ്പം പറയാതിരിക്കാനും പറ്റുന്നില്ല. ഇത് നിന്റെ അമ്മ എന്നെ ഏൽപ്പിച്ചതാ. എന്താ ഇത്? നീ ജനിച്ചപ്പോൾ നിന്റെ അച്ഛൻ നിന്റെ പേരിൽ അവിടുത്തെ പോസ്റ്റ് ഓഫീസിൽ ഡെപ്പോസിറ്റ് ചെയ്ത പണത്തിന്റെ പേപ്പറാ. 3 ലക്ഷം. അന്ന് 3 ലക്ഷം എന്ന് പറഞ്ഞാലേ വലിയ തുകയാ. ഇന്നിപ്പോ ഇത് എത്രയായിട്ടുണ്ടാവും? അതിന്റെ കണക്കൊന്നും എനിക്കറിയില്ല. നീ പ്രായപൂർത്തിയാവുമ്പോ 10-30 ലക്ഷം രൂപ കിട്ടുന്ന എന്തോ പദ്ധതിയാന്ന എന്നോട് പറഞ്ഞു. നീ എന്താ ആലോചിക്കുന്നത്? 30 ലക്ഷം. കേശുമാമ, ആ 3 ലക്ഷത്തിന് ഒരു ഓട്ടോ, ബാക്കി 27 ലക്ഷത്തിന് വാട്ടർ ഫ്രണ്ടേജ് നല്ല അടിപൊളിയായിട്ടുള്ള ഫ്ലാറ്റ് കിട്ടൂ. ഓടാ, നീ ആ പോസ്റ്റ് ഓഫീസ് അവിടെ ഒന്ന് പോയി നോക്ക്. അല്ല, ആ ഈ നാട് എവിടെയെന്ന് പറഞ്ഞില്ല. കുറച്ച് തെക്കാ, രാവണപുരത്തിനപ്പുറം രാമപുരം. അച്ഛാ, അരമണിക്കൂറിനുള്ളിൽ അവരെത്തുമെന്ന്. വരട്ടെ. അവർ നമ്മുടെ ആതിഥ്യ മര്യാദയിൽ അത്ഭുതപ്പെടണം. അവരവരുടെ നാട്ടിൽ നമ്മളെ കുറിച്ച് പാടി പുകഴ്ത്തണം. മനസ്സിലായോ? അന്നപൂർണേശ്വരി കാത്തുകൊള്ളണേ. നരസിംഹ, അതിഥികളുടെ തൃപ്തിയാണ് അന്നപൂർണേശ്വരിയുടെ അനുഗ്രഹം. അത് മറക്കണ്ട. ഞാൻ അമ്പലത്തിലേക്ക് ഇറങ്ങാം. പൂജ മുടക്കാൻ പറ്റില്ല. സർ, ഇവിടെ നിന്നാണ് രാവണപുരം തുടങ്ങുന്നത്. ഏകദേശം 5000 ഏക്കർ ഭൂമിയാണ് ഈ രാവണപുരം. ബ്യൂട്ടിഫുൾ വില്ലേജ്. നോ സർ, ഫൂൾസ് വില്ലേജ്. വിഡ്ഢികളായതുകൊണ്ടല്ലേ സാറിന്റെ കോർപ്പറേറ്റ് കമ്പനിക്ക് 2000 ഏക്കർ സ്ഥലം ഇവര് തീരെഴുതി തരാന്ന് പറഞ്ഞത്. 10 അടി താഴ്ത്തിയാല് ഇവിടെ മുഴുവൻ പാറയാണെന്നാണ് ഈ മണ്ടന്മാരുടെ വിചാരം. പാറയെല്ലാം ഗ്രാനൈറ്റ് ആണെന്ന് നമുക്കല്ലേ അറിയൂ. പിന്നെ ബാക്കി 3000 ഏക്കർ അത് ഈ കിഴക്കേക്കോട്ടയിൽ നരസിംഹനെ വളച്ച് ഞാൻ പുഷ്പം പോലെ മേടിച്ചു തരും. പോരെ? അയാളാണല്ലോ ഈ മണ്ടന്മാരുടെ മരമണ്ടൻ രാജാവ്. സർ, ഇതത്ര എളുപ്പമുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ പറഞ്ഞ നരസിംഹന്റെ പേരിൽ 100-ലേറെ ക്രിമിനൽ കേസുകളുണ്ട്. പോലീസും നിയമം അയാളെ ഭയപ്പെടുന്നു. ഒന്ന് പോവാൻ പറയേ. ഞാനേ ബോംബെ വിറപ്പിച്ചിരുന്ന എത്ര കൊലകൊമ്പന്മാരെ ഡീൽ ചെയ്തിട്ടുള്ള ആളാന്നറിയോ? പിന്നെയാണ് ഈ പട്ടിക്കാട്ടിലെ നരച്ചിമ്മ. യാത്രയൊക്കെ സുഖമായിരുന്നോ? ഓ, സുഖായിരുന്നു. മഹേഷ് ശർമ്മ. ഞാൻ നരസിംഹൻ. ഇതെന്റെ ഭാര്യ രാജലക്ഷ്മി. ഓ, ഇത് മൂത്ത മകൻ സൂര്യസിംഹൻ. അത് രണ്ടാമത്തെ മകൻ ചന്ദ്രസിംഹൻ. ഇളയത് മോള, പൂനെയിൽ പഠിക്കും. അല്ല, ഈ നാട്ടില് സ്കൂളൊന്നുമില്ലേ? ഈ
അടിപ്പാവങ്ങളുടെ പേരിലാണോ 100-ലേറെ ക്രിമിനൽ കേസ് ഉണ്ടെന്ന് പറഞ്ഞത്? മീശയും താടിയൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. കണ്ടറിഞ്ഞൂടെ മരമണ്ടന്മാരാണെന്ന്. എന്താ പറഞ്ഞേ? ഒന്നുമില്ല എന്റെ സാറേ, നിങ്ങളൊക്കെ ഭയങ്കര ഗുണ്ടകളാണ്, ഇപ്പൊ ഇറങ്ങിയ ഉടനെ വെട്ടിക്കളയും കുത്തിക്കളയും എന്നൊക്കെ പറഞ്ഞ് ഇയാൾ വെറുതെ പേടിപ്പിച്ചിരുന്നു. മുത്തു നോക്കി കണ്ടൊക്കെ ചെയ്തൂടെ? അന്നപൂർണേശ്വരി തൊഴുത് അനുഗ്രഹം വാങ്ങിച്ചോളൂ. ഇവിടെ നേർച്ചയിടേണ്ടി വരുമോ? അങ്ങോട്ട് ഇതെന്താ വീടിനകത്ത് പശുത്തൊഴുത്ത്? ഗോക്കൾ ഞങ്ങൾക്ക് ദൈവത്തെ പോലെയാ. ഓ, ഗോപരിചരണം ഇവിടുത്തെ ആചാരമാണ്. പക്ഷെ ഒരൊറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ, എവര് തുണി കൊടുക്കും, കന്നുകാലികൾ തുണി കൊടുക്കൂല. Sir, when can we see the documents? ഹലോ, എന്തോന്ന് എവരോടൊന്ന് ഇംഗ്ലീഷ് സംസാരിച്ചിട്ട് യാതൊരു കാര്യമില്ല. ABCD അറിഞ്ഞുകൂടാത്ത ടീമാണ്, ഞാൻ പറഞ്ഞു മനസ്സിലാക്കി. അതായത് ബോംബെയിലൊക്കെ നിങ്ങളെപ്പോലുള്ള ഒരുപാട് ഗുണ്ടകളുണ്ട്. അവരുമായിട്ട് ഞങ്ങൾ കച്ചവടം ചെയ്യുമ്പോൾ സാധാരണ 5% കമ്മീഷനാണ് കൊടുക്കാറ്. നിങ്ങൾ ഞങ്ങളോടൊപ്പം മര്യാദയ്ക്ക് സഹകരിച്ച 10% കമ്മീഷൻ. എന്തു പറയുന്നു? ഇത്രയും ദൂരത്തുനിന്ന് വന്നതല്ലേ, ഭക്ഷണം കഴിച്ചിട്ടാവാം ബിസിനസ്. ഇവിടെ നോണൊന്നും ഇല്ലേ? ഞങ്ങള് വെജിറ്റേറിയൻ ഫാമിലിയാ. എന്തോന്ന് വെജിറ്റേറിയൻ? ഒരു പശുവിനെ തലക്കടിച്ചു ഒന്ന് കറി വെച്ചൂടെ? ഇതെന്തോന്ന്? ചീരച്ചട്നിയാ. കളർ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ചാണകമാണെന്ന്. അയ്യോ, ഹലോ, കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ചേ. ആ അതെ അതെ, എടാ ഡീലൊക്കെ കഴിഞ്ഞു. ഇറ്റ്സ് സിമ്പിൾ. ഞാൻ വരുന്നു, കാര്യങ്ങൾ ഓക്കെ ആക്കുന്നു. ഇനി ടൗല് പ്രത്യേകം പറ. ആ അതൊന്നും ഒരു കുഴപ്പമില്ലടാ. ആ ആ ഓക്കെ ഓക്കെ. വയസ്സാം കാലത്ത് അങ്ങനെ ഒറ്റയ്ക്കങ്ങ് സൂയിക്കാണ് കള്ളേ. കല്യാണമൊന്നും കഴിക്കണില്ലേ? ഇല്ല, അകത്തെ സെറ്റപ്പ് പോലെ വേറെ വല്ലതൊക്കെ ഉണ്ടോ? കൊച്ചു കള്ള ഒന്ന് വിടാതെ നടക്കണേ. സൽക്കാരത്തിൽ ഞങ്ങൾ അതിഥി ദേവോ ഭവ എന്ന മര്യാദ പാലിക്കുന്നവര്. പക്ഷേ എല്ലാറ്റിനും ഒരു പരിധിയുണ്ട്. അകത്തിട്ട് കൊല്ലേണ്ടതായിരുന്നു. അന്നപൂർണേശ്വരി കുടികൊള്ളുന്ന തറവാടേത്. അവിടെ രക്തം വീണ അന്നപൂർണേശ്വരി രുദ്രകാളിയായി പാവം മാറും. അതുകൊണ്ട് ചന്ദ്രസിംഹ, ഞങ്ങളിവിടെ സംസാരിച്ച് നിൽക്കുന്നത് കണ്ടൂടെ നിനക്ക്? അവനെ തൂക്കിയെടുത്ത് അപ്പുറത്തെ ബലിക്കല്ലി കിടത്തി വെട്ടി നുറുക്ക്.
പോകുന്ന വഴിക്ക് നല്ലൊരു ഹോട്ടലില്ലാത്തതുകൊണ്ട് ഹൽവയും തൈര് സാധവും വെച്ചിട്ടുണ്ട്. നിങ്ങളതൊക്കെ ആസ്വദിച്ച് കഴിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. വണ്ടി കയറിയാട്ടെ. ഈ മണ്ണിൽ 10 അടി കുഴിച്ച ഗ്രാനൈറ്റ് ഉണ്ടെന്നറിയാത്ത മണ്ടന്മാരൊന്നുമല്ല ഞങ്ങൾ. നിങ്ങളെപ്പോലുള്ളവരുടെയൊക്കെ വലിയ വലിയ കമ്പനികൾ ഈ നാട്ടിലേക്ക് വരുമ്പോൾ ഈ ഗ്രാമത്തിലെ പാവങ്ങൾക്ക് തൊഴിൽ കിട്ടുമല്ലോ എന്ന് ഓർത്താ ഞാനിതിന് കൂട്ടുനിന്നത്. ചെല്ല്. भैया वकील लो। अरे भाई साहब, ये साइकिल पार्क करने के लिए कितना पैसा चाहिए? 1 घंटे के लिए 3 रुपए, 1 दिन में 50 रुपया, 500 रुपया 1 महीने के लिए। ये भाई साहब, ये साइकिल बेचा तो इतना पैसा नहीं मिलेगा। ये तेरी झग भरी चीज कौन खरीदेगा भाई? ഓടാ മൊട്ടെ തുരുമ്പ് നിന്റെ മൊട്ട തലക്കാടാ. ये अशोक इधर आ। क्या जमाना ഇവനിപ്പോ എന്താ ചെയ്യാ? തിരിച്ചു വീട്ടിൽ കൊണ്ടുവയ്ക്കാന്ന് വെച്ച ട്രെയിൻ സംസാരം കേട്ടിട്ട് മലയാളി അച്ഛനാന്ന് തോന്നുന്നു. ദുരിതാശ്വാസ ഈ കുഞ്ഞാടിനെ ആ അച്ഛനെ ഏൽപ്പിക്കാം. നീ എന്നെ ദാനം കൊടുക്കാൻ പോവേണ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛോ. എപ്പോഴും സ്തുതിയായിരിക്കും. മലയാളി തന്നെയാണല്ലേ. ഒരു സൈക്കിള് എന്റെ പേരിലെ ഡൊണേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. കണ്ടാൽ എന്നെക്കാളും മൂത്തതാണെങ്കിലും എപ്പോഴും സ്ട്രോങ് ആ. വെറുതെ തലക്കിട്ടടിക്കല്ലടാ പുല്ല്. എന്റെ വീടിന്റെ അടുത്ത് താമസിച്ചിരുന്ന ഒരു തിരുവനന്തപുരത്തുകാരൻ വീട് മാറിപ്പോയപ്പോ എനിക്ക് തന്നിട്ട് പോയതാ. ബെല്ല് കേട്ടോ? ഇവന് സംസാരിക്കാൻ കഴിവുണ്ടായിരുന്നെങ്കില് ഞങ്ങൾ തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ കഥ ഇവൻ പറഞ്ഞേനെ. അപ്പൊ ഞാൻ ഇതുവരെ പറഞ്ഞൊന്നും നീ കേട്ടില്ലേടേ? ഇവനെ പിരിയാൻ മനസ്സുണ്ടായിട്ടല്ല, എന്റെ ഒരു അവസ്ഥ കൊണ്ടാ. മാത്രല്ല, ഞാൻ നാട്ടിൽ പോയി വന്നു കഴിഞ്ഞാ പിന്നെ കാറിൽ മോട്ടോർസൈക്കിളൊക്കെ നടത്തും. പിന്നെ ഈ തുരുമ്പോട്ട് ഒരു കാര്യമില്ല. എടാ തെണ്ടി, അതുകൊണ്ട് അച്ഛനിത് എടുത്തു. സൂക്ഷിച്ച്. എടാ ഇത്രയും കാലം നിന്നെ ഞാൻ ചുമന്നോണ്ട് ഓടിയതാണ്. ആ എന്നെ നീ ഉപേക്ഷിച്ച് പോണല്ലേ? നീ കണ്ടോ, എന്നെ കൊണ്ട് നിനക്ക് ആവശ്യം വരും. കേട്ടടാ തെണ്ടി, അത് ഗ്യാരണ്ടി.